ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. POC നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ള പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യായം 41, ചോദ്യ നമ്പർ 88. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? പാപികളുടെ പിൻതലമുറ. 89. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ദൈവഭയമില്ലാത്ത പിതാവിനെ. 90. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 91. ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 92. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 93. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. 41-ാം അധ്യായം 10-ാം വാക്യം. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. 94. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ദൈവഭയമില്ലാത്തവൻ. 95. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. 96. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? സത്കീർത്തിയിൽ. 97. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? സത്കീർത്തി. 98. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. സത്കീർത്തി. 99. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ, ഉപദേശങ്ങൾ പാലിച്ച്. 100. നിഷ്പ്രയോജനമായത് എന്തെല്ലാം? നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും. 101. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. 102. ആരുടെ മുൻപിൽ അസന്മാർഗി ആയിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ. 103. ആരുടെ മുൻപിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ. 104. ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ. 105. ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ. 106. ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ. 107. പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 108. എന്തിൻ്റെ മുൻപിൽ ലജ്ജാഭരിതനാവുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ. അധ്യായം 42. ചോദ്യം 109. വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? കർത്താവിൻ്റെ പ്രവൃത്തികൾ. 110. തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? സൂര്യൻ. 111. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ മഹത്വം. 112.
കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. 113. എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയാവഹമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 114. കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? അവയുടെ നിഗൂഢതകൾ. 115. കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? കാലത്തിൻ്റെ സൂചനകൾ. 116. കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? ഭൂതവും ഭാവിയും. 117. എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? നിഗൂഢ രഹസ്യങ്ങൾ. 118. ഡാഷ് അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. 119. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 120. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് എന്ത്? കർത്താവ്. 121. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവിടുത്തെ പ്രവർത്തികൾ. 122. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 123. പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 124. പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? 125. പ്രഭാഷകൻ 12:9 സമാനമായ ബൈബിൾ ഭാഗം ഏത്? നിയമാവർത്തനം 24:1. 126. പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗം ഏത്? സുഭാഷിതം 15:21. 127. പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗം ഏത്? സങ്കീർത്തനം 139 1 മുതൽ 4 വരെ. അധ്യായം 43. ചോദ്യം 128. ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത്? പർവ്വതങ്ങൾ. 129. ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? മരുഭൂമി. 130. അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? സസ്യങ്ങൾ. 131. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? മൂടൽ മഞ്ഞ്. 132. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു. 133. പ്രഭാഷകൻ 43:23 അത്യുന്നതൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 134. സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? സമുദ്ര സഞ്ചാരികൾ. 135. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. അസാധാരണവും
അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. 136. അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? സ്വന്തം ശക്തിയാൽ. 137. എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? അവിടുത്തെ വചനത്താൽ. 138. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്നാണ് സർവവും. 139. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടുന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. 140. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? കർത്താവ്. അധ്യായം 44. ചോദ്യം 141. സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? മഹത്തുക്കളെയും പൂർവ പിതാക്കന്മാരെയും കുറിച്ച്. 142. ആരാണ് മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ജനതകൾ. 143. മഹത്തുക്കളെയും പൂർവപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? സമൂഹം. 144. കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഹെനോക്ക്. 145. ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് 44:16 കാണുന്നത്? ഹെനോക്ക്. 146. എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃക ആയിരിക്കുന്നത് ആര്? ഹെനോക്ക്. 147. തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? നോഹയെക്കുറിച്ച്. 148. വിനാശത്തിൻ്റെ നാളുകളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അവൻ ആര്? നോഹ. 149. നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന്. 150. അനേക ജനതകളുടെ പൂർവ പിതാവായിരുന്നത് ആര്? അബ്രാഹം. 151. മഹത്വത്തിൽ അവനു സമനായി ആരുമില്ല. അവൻ ആര്? അബ്രാഹം. 152. പൂരിപ്പിക്കുക. അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. 153. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? അബ്രാഹം. 154. പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആര്? അബ്രാഹം. അധ്യായം 45. ചോദ്യം 155. പൂരിപ്പിക്കുക. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി. കാരുണ്യവാനായ ഒരുവനെ. 156. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? മോശ. 157. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ദൈവദൂതന്മാർക്ക്. 158. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയത് ആരെ? മോശയെ. 159. ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? മോശ അപേക്ഷിച്ചപ്പോൾ. 160. ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്?
രാജാക്കന്മാരുടെ സന്നിധിയിൽ. 161. കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 162. തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? മോശയ്ക്ക്. 163. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 164. അഹ്റോന് എതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? കർത്താവിൻ്റെ ക്രോധത്തിൽ. 165. പൂരിപ്പിക്കുക. യൂദാ ഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ജസ്സേയുടെ പുത്രൻ. അധ്യായം 46. ചോദ്യം 166. യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? നൂനിൻ്റെ പുത്രൻ ജോഷുവ. 167. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനും ആയിരുന്നു. അവൻ ആര്? ജോഷുവ. 168. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ജോഷുവ. 169. പൂരിപ്പിക്കുക. ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു? നഗരങ്ങൾക്കെതിരെ. 170. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? കർത്താവിന് വേണ്ടി. 171. ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ജോഷുവയുടെ. 172. പൂരിപ്പിക്കുക. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? 2 ദിവസത്തെ. 173. പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. അത്യുന്നതനെ. 174. ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷുവയ്ക്ക് ഉത്തരം അരുളിയത്? ശക്തമായ കന്മഴ അയച്ച്. അധ്യായം 47. ചോദ്യം 175. സാമുവേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? നാഥാൻ. 176. എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടത്? സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 177. ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ. 178. എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത്? കരടികളോട്. 179. ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഗോലിയാത്തിൻ്റെ. 180. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ജനത്തിൻ്റെ അപമാനം. 181. പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിൻ്റെ വലത്തുകരം ശക്തമാക്കിയത്? തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 182. എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത്? 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട്. 183. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്?
കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി. 184. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ചുറ്റുമുള്ള ശത്രുക്കളെ. 185. ദാവീദ് നശിപ്പിച്ചത് ആരെ? എതിരാളികളായ ഫിലിസ്ത്യരെ. 186. അവർ ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഫിലിസ്ത്യർ. 187. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എങ്ങനെ? തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച്. 188. ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ദാവീദ്. 189. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാൻ ദാവീദ് നിയോഗിച്ചത് ആരെ? ഗായക സംഘത്തെ. 190. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ദാവീദ്. 191. ഗായക സംഘം ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ മുഖരിതമായത് എന്ത്? വിശുദ്ധ സ്ഥലം. 192. ദാവീദിൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? കർത്താവ്. അധ്യായം 48. ചോദ്യം 193. ഇസ്രായേലിൻ്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ആര്? ഏലിയ. 195. ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ? രാജാക്കന്മാരെ. 195. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആര്? പ്രസിദ്ധന്മാരെ. 196. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. അവൻ ആര്? എലീഷ. 197. അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? യെശയ്യാ പ്രവാചകൻ. അധ്യായം 49. ചോദ്യം 198. ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്ത്? കൊടുങ്കാറ്റ്. 199. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 200. വലതു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? സെറുബാബേലിനെ കുറിച്ച്. അധ്യായം 50. ചോദ്യം 201. ആക്രമണം ചെറുക്കാൻ ശിമയോൻ ചെയ്തത് എന്ത്? നഗരത്തിന് കോട്ട കെട്ടി. 202. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ശിമയോൻ. 203. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ പ്രകാശം.